ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് സ്പിൻ പ്രിസിഷനാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ടൈം ഡിപ്പെൻഡൻസ് ഓഫ് എക്സ്പെക്റ്റേഷൻ വാല്യൂ ചെയ്ത സമയത്ത് സ്റ്റേഷനറി സ്റ്റേറ്റും നോൺ സ്റ്റേഷനറി സ്റ്റേറ്റും എന്താണെന്ന് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരു എക്സാമ്പിളായിട്ടാണ് ഇവിടെ ഒരു സ്പിൻ ഹാഫ് സിസ്റ്റം നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ സ്പിൻ ഹാഫ് സിസ്റ്റത്തിൻ്റെ ഹാമിൽട്ടോണിയൻ കണ്ടുപിടിക്കണം. ഈ ഒരു സ്പിൻ ഹാഫ് സിസ്റ്റത്തിൻ്റെ മാഗ്നറ്റിക് മൊമെൻ്റ് എന്ന് പറയുന്നത് EH×2MEC ആണ്. ആൻഡ് ഇറ്റ് ഈസ് സബ്ജക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ മാഗ്നറ്റിക് ഫീൽഡ് B. അപ്പോൾ ഇതിൻ്റെ എനർജിയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് -m.B ആയിരിക്കും. അതായത് മാഗ്നറ്റിക് മൊമെൻ്റ് ഡോട്ട് അതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്. ഇവിടെയുള്ള ഈ എനർജി വിൽ ബി ഈക്വൽ ടു ഹാമിൽട്ടോണിയൻ. ആ എനർജി എന്ന് പറയുന്നത് അതിൻ്റെ എന്തിന് ഈക്വലാണ്? ഹാമിൽട്ടോണിയന് ഈക്വലാണ്. അപ്പോൾ നമുക്ക് ഹാമിൽട്ടോണിയൻ H is equal to -m.B എന്നെഴുതാം. എമ്മിന് അതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ -E/MEC h×2.B എന്ന് കിട്ടും. നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു ഇലക്ട്രോണാണ്. ഇലക്ട്രോണിൻ്റെ എനർജി എന്ന് പറയുന്നത് <0 ആയതുകൊണ്ട് തന്നെ നെഗറ്റീവ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ഇതിൽ ഈ h×2 എന്ന് പറയുന്നത് ആണ് അതിൻ്റെ സ്പിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കതിനെ S വെച്ച് ഡിനോട്ട് ചെയ്യാം. അപ്പോൾ ഹാമിൽട്ടോണിയൻ എന്തായിട്ട് മാറും? -E/MEC s.B ആയിട്ട് മാറും. നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത് യൂണിഫോം മാഗ്നറ്റിക് ഫീൽഡാണ്. Z ഡയറക്ഷനിലാണ് കൺസിഡർ ചെയ്യുന്നത്. സ്പിന്നും സെയിം ഡയറക്ഷനിലാണ്. നമുക്ക് SZ.B ഈസ് ഓൾസോ ഇൻ Z ഡയറക്ഷൻ. S.B എന്ന് പറയുന്നത് നമുക്ക് എന്താണ് കിട്ടുക? SZB cos θ എന്ന് കിട്ടും. ഇവിടെ രണ്ടും സെയിം ഡയറക്ഷനിലായതുകൊണ്ട് തന്നെ cos 0 എന്ന് പറയുന്നത് 1 ആവും. അപ്പോൾ നമുക്ക് S.B എന്നത് എന്ത് കിട്ടും? SZ×B എന്ന് കിട്ടും. അത് നമ്മൾ ഹാമിൽട്ടോണിയൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Therefore we will get H is equal to -EB/MEC into SZ എന്ന് കിട്ടും. ഇവിടെ Hഉം SZഉം it is differ by a multiplicative constant EB/MEC. അതുകൊണ്ട് തന്നെ നമുക്ക് Hഉം SZഉം കമ്മ്യൂട്ട് ചെയ്യുമെന്ന് പറയാം. അതായത് കമ്മ്യൂട്ടേറ്റർ ഓഫ് H ആൻഡ് SZ നമ്മൾ കണ്ടു നോക്കിക്കഴിഞ്ഞാൽ Hന് -EB/MEC സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ -EB/MEC കമ്മ്യൂട്ടേറ്റർ ബ്രാക്കറ്റിൻ്റെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് SZ ആണ് കിട്ടുക. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. അപ്പോൾ ഇത് 0 ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? Hഉം SZഉം കമ്മ്യൂട്ട് ചെയ്യുമെന്ന് പറയാം. അതുകൊണ്ട് തന്നെ Hൻ്റെ ഐഗൻ സ്റ്റേറ്റിനെയാണ് നമ്മൾ എനർജി ഐഗൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞത്. ഇവിടെ Hഉം SZഉം കമ്മ്യൂട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ രണ്ടിൻ്റെയും ഐഗൻ സ്റ്റേറ്റ് സിമിലർ ആയിരിക്കും. Therefore the eigen state of SZ are also energy eigen state. SZൻ്റെ ഐഗൻ സ്റ്റേറ്റിനെ നമുക്ക് എനർജി ഐഗൻ സ്റ്റേറ്റ് എന്ന് പറയാം. ആ ഒരു എനർജി ഐഗൻ സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എനർജി ഐഗൻ വാല്യൂസ് കണ്ടുപിടിക്കണം. ആൻഡ് ഇറ്റ് ഈസ് ഗിവൺ ബൈ ദിസ് ഇക്വേഷൻ E ± equal to - or plus EH×B/2MEC. ഇവിടെ E+ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഡ്യൂ ടു ദ എനർജി ഐഗൻ വാല്യൂ ഓഫ് SZ+. അതായത് സെഡിൻ്റെ പോസിറ്റീവ് Z ഡയറക്ഷനിലുള്ള സ്പിന്നാണ് SZ+ എന്ന് പറയുന്നത്. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂ ആണ് E+. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂ കാണുന്ന സമയത്ത് ഈ ഇക്വേഷനിൽ നമ്മൾ SZന് അതിൻ്റെ ഐഗൻ വാല്യൂ എന്താ വരിക? h×2 ആണ് വരിക. ഐഗൻ വാല്യൂ കാണുന്ന സമയത്ത് SZ+ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് h×2 ആണ്.
അതുകൊണ്ട് തന്നെ ഇ പ്ലസ് എന്തായിട്ട് മാറും? മൈനസ് ഇ എച്ച് ക്രോസ് ബി ബൈ 2MEC എന്ന് കിട്ടും. അതായത് മൈനസ് ഇ ബി ബൈ MEC ഇൻറ്റു എച്ച് ക്രോസ് ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടും. അതായത് ഈ പോസിറ്റീവ് എന്ന് പറയുന്നത് മൈനസ് ഇ എച്ച് ക്രോസ് ബി ബൈ 2MEC ആണ്. അതുപോലെ രണ്ടാമത്തെ ടേം ഈ മൈനസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഐഗൻ വാല്യൂ കറസ്പോണ്ടിങ് ടു SZ മൈനസ്. SZ മൈനസിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൻ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് എച്ച് ക്രോസ് ബൈ 2 ആണ്. അത് നമ്മൾ വീണ്ടും ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇതിലുള്ള ഈ മൈനസും ഈ മൈനസും കൂടെ എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ആൻഡ് വി വിൽ ഗെറ്റ് ഇ എച്ച് ക്രോസ് ബി ബൈ 2MEC എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് രണ്ടാമത്തെ ഇക്വേഷൻ ഇവിടെ ഈ മൈനസ് ഇസ് ഈക്വൽ ടു പ്ലസ് ഇ എച്ച് ക്രോസ് ബി ബൈ 2MEC എന്ന് കിട്ടിയത്. അത് രണ്ടും ഒരേ ഇക്വേഷനിൽ എക്സ്പ്രസ് ചെയ്തു എന്നേ ഉള്ളൂ. ഫസ്റ്റ് വാല്യൂ ഇ പ്ലസ് ഇസ് ഈക്വൽ ടു മൈനസ് ഇ എച്ച് ക്രോസ് ബി ബൈ 2MEC. ഇറ്റ് ഈസ് ഫോർ SZ പ്ലസ്. ആൻഡ് ദ സെക്കൻഡ് വൺ ഈക്വൽ ടു ഇ മൈനസ് ഇ എച്ച് ക്രോസ് ഈക്വൽ ടു ഇ എച്ച് ക്രോസ് ബി ബൈ 2MEC ഫോർ SZ മൈനസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്പ്ലിറ്റ് ചെയ്തിട്ട് രണ്ടെണ്ണമായിട്ട് എഴുതാം. ഇനി നമ്മൾ ഈ ഒരു രണ്ട് എനർജി ഐഗൻ വാല്യൂൻ്റെ ഡിഫറൻസ് കണ്ട് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈക്വൽ ടു എച്ച് ക്രോസ് ഒമേഗ. ആ ഡിഫറൻസ് എന്തിന് ഈക്വൽ ആയിരിക്കണം? എച്ച് ക്രോസ് ഒമേഗയ്ക്ക് ഈക്വൽ ആയിരിക്കണം. അപ്പോൾ എച്ച് ക്രോസ് ഒമേഗ ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? ഇ മൈനസ് ഇ പ്ലസ് എന്ന് എഴുതാം. നമുക്ക് എന്ത് കിട്ടും? ഇ മൈനസ് എന്ന് പറയുന്നത് ഇ എച്ച് ക്രോസ് ബി ബൈ 2MEC ആണ്. ഇ പ്ലസ് എന്ന് പറയുന്നത് മൈനസ് ഇ എച്ച് ക്രോസ് ബി ബൈ 2MEC ആണ്. അത് രണ്ടും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ മൈനസും പ്ലസ് ആയിട്ട് മാറും. ദെർഫോർ വി വിൽ ഗെറ്റ് 2E എച്ച് ക്രോസ് ബി ബൈ MEC എന്ന് കിട്ടും. 2MEC എന്ന് കിട്ടും. ഇവിടെ 2 ഉണ്ട്, അത് എഴുതാൻ വിട്ടുപോയതാണ്. 2MEC എന്ന് കിട്ടും. ആ 2ഉം ഈ 2ഉം ക്യാൻസൽ ചെയ്തിട്ടാണത് ഇ എച്ച് ക്രോസ് ബി ബൈ 2MEC എന്നായിട്ട് മാറുന്നത്. ഇവിടെ നമുക്ക് എച്ച് ക്രോസ് ഒമേഗ ഈക്വൽ ടു ആണ് ഈ വാല്യൂ കിട്ടിയത്. രണ്ടിലും എച്ച് ക്രോസ് ഉണ്ട്. ഈ എച്ച് ക്രോസും ക്യാൻസൽ ആവും. ബാക്കി എന്ത് കിട്ടും? ഒമേഗ ഈക്വൽ ടു EB ബൈ MEC എന്ന് കിട്ടും. ഇവിടെ നമ്മൾ ഇയുടെ മോഡുലസ് മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്, ഡയറക്ഷൻ കൺസിഡർ ചെയ്യുന്നില്ല. അതുകൊണ്ട് മോഡുലസ് വാല്യൂ മതി. അപ്പോൾ നമുക്കിവിടെ ഈ H ഈക്വൽ ടു EB ബൈ MEC SZ ഉണ്ട്. ഈ മൈനസ് വേണ്ട. അതിലുള്ള ഈ EB ബൈ MECക്ക് നമ്മൾ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഒമേഗ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? H ഈക്വൽ ടു ഒമേഗ SZ എന്ന് എഴുതാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ ചെയ്തത് ഹാമിൽട്ടോണിയൻ സ്പിന്നിൻ്റെ ടേമിലേക്ക് മാറ്റി എഴുതിയതാണ്. കാരണം നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത് T എന്നൊരു ടൈമിലുള്ള സ്റ്റേറ്റ് ആദ്യം നമുക്ക് പറയണം ഇൻ ടേംസ് ഓഫ് സ്പിൻ SZ. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യണം? ആഫ്റ്റർ ടൈം T കണ്ടിട്ട് ആ സ്റ്റേറ്റിൽ എന്തെങ്കിലും ചേഞ്ച് വരുന്നുണ്ടോ നോക്കണം. അതാണ് നമ്മൾ കഴിഞ്ഞതിൽ സ്റ്റേഷനറിയും നോൺ സ്റ്റേഷനറിയും ചേച്ചി ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ഇവിടെ നമ്മൾ ആക്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് അതിൽ H വരുന്നുണ്ട്. ആ Hന് ഇൻ ടേംസ് ഓഫ് സ്പിന്നിൻ്റെ ടേംസിലേക്ക് മാറ്റി എഴുതണം. എന്നിട്ടാണ് ഇവിടെ നമ്മൾ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ Hനെ എന്തിൻ്റെ ടേമിൽ റെപ്രസെൻ്റ് ചെയ്തതാണ്? SZൻ്റെ ടേമിൽ റെപ്രസെൻ്റ് ചെയ്ത്, അതായത് H ഇസ് ഈക്വൽ ടു ഒമേഗ SZ എന്ന് കിട്ടും. വേർ ഒമേഗ ഇസ് ഈക്വൽ ടു EB ബൈ MEC. ഇനി നമുക്ക് ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എഴുതാം. വി ഹാവ് U of T0 ഈക്വൽ ടു എക്സ്പൊണൻഷ്യൽ മൈനസ് IHT ബൈ H ക്രോസ്. അതിൽ Hന് ഒമേഗ SZ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പൊണൻഷ്യൽ മൈനസ് I ഒമേഗ SZ T ബൈ H ക്രോസ് എന്ന് കിട്ടും. ഇത് ഇവിടെ നമ്മൾ ഇനീഷ്യൽ സ്റ്റേറ്റ് എടുക്കണം. ആ ഒരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ ഈ ഒരു ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റേറ്റ് ആഫ്റ്റർ എ ടൈം T നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മൾ ഐഗൻ കെറ്റ്സ് ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യേണ്ടത് എന്തിൻ്റെ ടേംസിലാണ്? ഐഗൻ കെറ്റ്സ് ഓഫ് HZ.
എച്ച് സെഡിൻ്റെ ഐഗൻ ഗെറ്റ്സിൻ്റെ ടേംസിലാണ്, അതായത് കെറ്റ് പ്ലസ് ആൻഡ് കെറ്റ് മൈനസ്. ഈ രണ്ടിൻ്റെയും ടേംസിലാണ് നമുക്ക് ഇനീഷ്യൽ സ്റ്റേജ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു കെറ്റ് ആൽഫ ഈക്വൽ ടു സി പ്ലസ് കെറ്റ് പ്ലസ് പ്ലസ് സി മൈനസ് കെറ്റ് മൈനസ് എന്ന് കിട്ടും. ഇവിടെ സി പ്ലസും സി മൈനസ് എന്ന് പറയുന്നത് എക്സ്പാൻഷൻ കോഎഫിഷ്യൻ്റ് ആണ്. ഇനി നമ്മൾ ആഫ്റ്റർ എ ടൈം ടി അതിൻ്റെ സ്റ്റേറ്റ് നമുക്ക് എങ്ങനെ എഴുതാം? കെറ്റ് ആൽഫ T0 ഈക്വൽ ടു 0 ടി ഈക്വൽ ടു ഈ ഒരു സ്റ്റേറ്റിൻ്റെ മേലെ എന്ത് ആക്ട് ചെയ്യണം? ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ ആക്ട് ചെയ്യണം. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു യു ഓഫ് T0 കെറ്റ് ആൽഫ. ഈ യു ഓഫ് T0ക്ക് നമ്മൾ എക്സ്പൊണൻഷ്യൽ -i ഒമേഗ എസ് സെഡ് ടി ബൈ എച്ച് ക്രോസ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ ഇങ്ങനെയായിട്ട് മാറും. ഇനി കെറ്റ് ആൽഫൻ്റെ വാല്യൂ ഇതാണ്, സി പ്ലസ് കെറ്റ് പ്ലസും പ്ലസ് സി മൈനസ് കെറ്റ് മൈനസും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിങ്ങനെ കിട്ടും, സി പ്ലസ് ഇ റൈസ് ടു -i ഒമേഗ എസ് സെഡ് ടി ബൈ എച്ച് ക്രോസ് കെറ്റ് പ്ലസ് പ്ലസ് സി മൈനസ് ഇ റൈസ് ടു -i ഒമേഗ എസ് സെഡ് ടി ബൈ എച്ച് ക്രോസ് എന്ന് കിട്ടും. ഇനി ചെയ്യേണ്ടത് ഈ എക്സ്പൊണൻഷ്യൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പാൻഡ് ചെയ്തിട്ട് എഴുതണം. ഇതിലുള്ള ഫസ്റ്റ് ടേം മാത്രം നമ്മൾ കൺസിഡർ ചെയ്യുക. ആ ഫസ്റ്റ് ടേമിൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ആ ഫസ്റ്റ് ടേമിലെ എക്സ്പൊണൻഷ്യൽ ടേം നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? സി പ്ലസ് ഇൻറ്റു 1 മൈനസ് ഐ ഒമേഗ ടി ബൈ എച്ച് ക്രോസ് ഇൻറ്റു എസ് സെഡ് പ്ലസ് മൈനസ് ഐ ഒമേഗ ടി ബൈ എച്ച് ക്രോസ് ഓൾ സ്ക്വയർ ഇൻറ്റു എസ് സെഡ് സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വരും. ഇതിലുള്ള പിന്നെ ഈ ഒരു കെറ്റ് പ്ലസും കൂടെ ഉണ്ടാവും ഇവിടെ. എന്നിട്ട് ഇതിൽ ഓരോ ടേമിനെയും ഈ കെറ്റ് പ്ലസ് കൊണ്ട് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ഫസ്റ്റ് ടേം എന്ത് വരും? കെറ്റ് പ്ലസ് എന്ന് വരും. രണ്ടാമത്തതിൽ ഐ ഒമേഗ ടി ബൈ എച്ച് ക്രോസ് ഇൻറ്റു എസ് സെഡ് ഓഫ് ഒരു ടേം അവിടെ ഉണ്ട്, ഐ ഒമേഗ ടി ബൈ എച്ച് ക്രോസ് ഇൻറ്റു എസ് സെഡ് ഓഫ് കെറ്റ് പ്ലസ് എന്ന് വരും. രണ്ടാമത്തെ ടേമിൽ എന്താണ് വരിക? മൈനസ് ഐ ഒമേഗ ടി ബൈ എച്ച് ക്രോസ് ഹോൾ സ്ക്വയർ ഇൻറ്റു എസ് സെഡ് സ്ക്വയർ ഓഫ് കെറ്റ് പ്ലസ് എന്ന് വരും. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ടേം അങ്ങനെ തന്നെ ഉണ്ടാവും. രണ്ടാമത്തതിൽ ഈ എസ് സെഡ് ഈ കെറ്റ് പ്ലസിൻ്റെ മേലെ ആക്ട് ചെയ്യും. അങ്ങനെ ആക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഐഗൻ വാല്യൂ ആയിട്ടാണല്ലോ മാറുക. നമ്മൾ എച്ച് സൈ ഈക്വൽ ടു ഇ സൈ എന്ന് എഴുതുന്നത് പോലെ എസ് സെഡ് എന്ന് പറഞ്ഞ ഓപ്പറേറ്റർ ഈ ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന സമയത്ത് അത് അതിൻ്റെ ഐഗൻ വാല്യൂ വേണം. എസ് സെഡ് ആക്ട് ചെയ്യുമ്പം അതിൻ്റെ ഐഗൻ വാല്യൂ എച്ച് ക്രോസ് ബൈ 2 ആണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതണം? ഇത് ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ എച്ച് ക്രോസ് ബൈ 2 കെറ്റ് പ്ലസ് എന്ന് കിട്ടും. ആ ഒരു ഇതിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് ഇങ്ങനെ എഴുതാം, എച്ച് ക്രോസ് ബൈ 2 കെറ്റ് പ്ലസ് എന്ന് എഴുതാം. എസ് സെഡ് സ്ക്വയർ ആക്ട് ചെയ്ത് കഴിഞ്ഞാലോ ഈ ഒരു സ്റ്റെപ്പിൽ എസ് സെഡ് സ്ക്വയർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2 കെറ്റ് പ്ലസ് എന്ന് കിട്ടും. അപ്പോൾ അതിൽ ഓരോ ടേമിലും എന്തുണ്ടാവും? കെറ്റ് പ്ലസ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ് ഉണ്ടാവും. അത് നമ്മൾ വീണ്ടും പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഐഗൻ വാല്യൂ ആയതുകൊണ്ട് തന്നെ നമുക്കത് സെപ്പറേറ്റ്ലി പുറത്തേക്ക് എടുത്ത് എഴുതാൻ പറ്റും. അങ്ങനെ പുറത്തേക്ക് എടുത്ത് എഴുതുന്ന സമയത്ത് നമുക്ക് ഐ ഒമേഗ ടി എച്ച് ക്രോസ് ബൈ 2 പ്ലസ് മൈനസ് ഐ ഒമേഗ ടി ഓൾ സ്ക്വയർ ബൈ എച്ച് ക്രോസ് സ്ക്വയർ ബൈ 2 ഇങ്ങനെ വരും. പുറത്ത് ആ സ്റ്റേറ്റ് കെറ്റും ഉണ്ടാവും. ഇനി ഇതിൽ രണ്ടിലും എച്ച് ക്രോസ് ഉണ്ട്, രണ്ടും ക്യാൻസൽ ആവും. ഇവിടെ എച്ച് ക്രോസ് സ്ക്വയർ ഉണ്ട്, അത് ക്യാൻസൽ ആവും. ബാക്കി എന്താണ് ഉണ്ടാവുക? അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ ചെയ്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് കേസ് കൺസിഡർ ചെയ്തിട്ട് അതിൽ ഈ സി പ്ലസ് ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്നതാണ് ചെയ്തത്. ഞാൻ സ്റ്റെപ്പ് ചുരുക്കിയാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങൾ നോട്ടിലേക്ക് എഴുതുന്ന സമയത്ത് എക്സ്പാൻഡ് ചെയ്തിട്ട് തന്നെ എഴുതണം. ആദ്യം ഈ ഒരു ടേമിൽ ഓരോന്നിനെയും ഈ പ്ലസ് കെറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എഴുതണം. എന്നിട്ട് അതിൽ ഓരോ ടേമിലും എസ് സെഡ് ഈ കെറ്റ് പ്ലസിൻ്റെ മുകളിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷമാണ് അതെന്താവുന്നത്?
അതിൻ്റെ ഐഗൻ വാല്യൂ ആയിട്ടുള്ള h×2 get പ്ലസ് ആവുന്നത് ആ ഒരു സ്റ്റെപ്പ് എഴുതണം. അതിനുശേഷം ഓരോ ടേമിലുള്ള ഇത് നമ്മൾ പുറത്തേക്ക് എടുത്ത ശേഷമാണ് ഈ സ്റ്റെപ്പ് എഴുതേണ്ടത്. ഇതെല്ലാത്തിലും ഇതേ സെയിം സാധനം തന്നെ വരുന്നത് കൊണ്ടാണ് ഞാൻ സ്കിപ്പ് ചെയ്തിട്ട് ഡയറക്റ്റ് എഴുതിയത്. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ഡയറക്റ്റ് എഴുതരുത്. നോട്ട് എഴുതുന്ന സമയത്ത് എക്സാമിന് എഴുതുന്ന സമയത്തും ആ എല്ലാ സ്റ്റെപ്പും അതിലുണ്ടായിരിക്കണം. നമുക്കൊരിക്കലും ഡയറക്റ്റ് ഈ എക്സ്പൊണൻഷ്യൽ വാല്യൂ, അതായത് ഈ SZ ഈ പ്ലസിൻ്റെ മേലെ എഴുതിയ ശേഷം ഇങ്ങനെ എഴുതാൻ പറ്റൂല. ഓരോന്നും എക്സ്പാൻഡ് ചെയ്ത്, അതായത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ കിട്ടിയ ശേഷം വീണ്ടും ആ സ്റ്റേറ്റ് ഗെറ്റ് പുറത്തെടുത്തിട്ട് വേണം ഇങ്ങനെ എഴുതാൻ. അപ്പോൾ നമുക്കിവിടെ I⍵t/h× അല്ല കേട്ടോ ഇവിടെ വേണ്ടത്, ഇവിടെ 2 ആണ്, തെറ്റിപ്പോയിട്ടുണ്ട്. നിങ്ങൾ 2 ആക്കുക, 2 ആണ് വേണ്ടത്. അപ്പോൾ എന്ത് കിട്ടും? C പ്ലസ് എക്സ്പൊണൻഷ്യൽ I⍵t/2 ഗെറ്റ് പ്ലസ് എന്ന് കിട്ടും. ഇതേപോലെ തന്നെ നമ്മൾ ഇതിന് രണ്ടാമത്തെ ടേം എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഇതുപോലെ തന്നെയാണ് കിട്ടുക, ഒരു ഡിഫറൻസും ഇല്ല. അതും ഇതേപോലെ നിങ്ങൾ സ്റ്റെപ്പ് എഴുതിയിട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് കിട്ടും? C മൈനസ് എക്സ്പൊണൻഷ്യൽ I⍵t/ വീണ്ടും h× അല്ല 2 ആണ് വേണ്ടത്. അത് രണ്ട് 2 ആക്കിയിട്ട് മാറ്റി എഴുതണം കേട്ടോ. ഇവിടെയും 2 ആണ് വേണ്ടത്, ഇവിടെയും 2, കാരണം h× ക്യാൻസലായി പോകുന്നുണ്ടല്ലോ, പിന്നെ 2 ആണ് ഉണ്ടാവുക, മാറിപ്പോയതാണ് എഴുതിയത്. അപ്പോൾ അവിടെ 2 ആക്കി എഴുതുക. അപ്പോൾ C പ്ലസ് എക്സ്പൊണൻഷ്യൽ I⍵t/2 ഗെറ്റ് പ്ലസ് എന്നും C മൈനസ് എക്സ്പൊണൻഷ്യൽ I⍵t/2 ഗെറ്റ് മൈനസ് എന്നും കിട്ടും. അത് ഇതിന് ഈക്വലായിട്ടാണ് രണ്ടും കിട്ടുന്നത്. നമുക്ക് കിട്ടിയ ഇക്വേഷൻ എന്താണ്? ഗെറ്റ് ആൽഫ t0 = 0, t = ഇങ്ങനെ ഇക്വേഷൻ കിട്ടും. C പ്ലസ് എക്സ്പൊണൻഷ്യൽ മൈനസ് I⍵t/2 ഗെറ്റ് പ്ലസ് എന്നും C പ്ലസ് C മൈനസ് എക്സ്പൊണൻഷ്യൽ, നമ്മൾ നേരത്തത്തിൽ C പ്ലസ് എടുക്കുന്ന സമയത്ത് ഇവിടെ ശ്രദ്ധിക്കണം, പ്ലസ് എടുക്കുന്ന സമയത്ത് SZ ഇതിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് കിട്ടുന്നത്? h×2 ആണ് കിട്ടുന്നതെങ്കിൽ SZ മൈനസ് ഇതിൻ്റെ മുകളിൽ ആക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുക എന്താണ്? -h×2 ആണ് കിട്ടുക. അതുകൊണ്ട് തന്നെ നമ്മൾ h×2 ക്യാൻസലായി കഴിഞ്ഞാൽ ഈ ഒരു മൈനസ് അവിടെ ഉണ്ടാവും. ആ മൈനസും ഈ I⍵t-യിലുള്ള മൈനസും കൂടെ ചേർന്നിട്ട് ഇവിടെ പ്ലസ് I⍵t/2 ആണ് കിട്ടുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിക്കണം, I⍵t/2 ആണ്. അപ്പം ഫസ്റ്റ് വാല്യൂവിൽ C പ്ലസ് വരുന്ന വാല്യൂവിൽ -i ആണ് വരുന്നതെങ്കിൽ C മൈനസ് വരുന്ന വാല്യൂവിൽ i മാത്രമാണ് ഉണ്ടാവുക. അത് പ്രത്യേകം നോട്ട് ചെയ്യണം. കാരണം SZ മൈനസ് സ്റ്റേറ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുന്ന സമയത്ത് -h×2 ആണ് കിട്ടുന്നത്. പ്ലസ് സ്റ്റേറ്റിൻ്റെ മേലെ ആക്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ +h×2 ആണ് കിട്ടുക. അപ്പോൾ നമുക്ക് ആ ഇക്വേഷന് ഇങ്ങനെ എഴുതാം. അപ്പോൾ ഇവിടെ നമ്മൾ യൂസ് ചെയ്ത ആ ഒരു ഓപ്പറേറ്റർ എന്ന് പറയുന്നത്, അതായത് h ± സ്റ്റേറ്റിന് മേലെ ആക്ട് ചെയ്യുമ്പോൾ അതെന്തിന് ഈക്വലാണ്? ω/SZ ആക്ട് ചെയ്തതുപോലെയാണ്. അതിൽ ഒമേഗ എന്ന് പറയുന്ന ഓപ്പറേറ്റർ അല്ല, SZ ആണ് ഓപ്പറേറ്റർ. SZ ആ ഒരു ഓപ്പറേറ്ററിൻ്റെ മേലെ ആക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ ഐഗൻ വാല്യൂ കിട്ടും, അതായത് h×2 ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ആ ഒരു ഇതാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നതിൽ യൂസ് ചെയ്തത്. ഇനി നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റും നോൺ സ്റ്റേഷനറി സ്റ്റേറ്റും കണ്ടുപിടിക്കണം. അതിന് സ്റ്റേഷനറി സ്റ്റേറ്റിൽ നമ്മളൊരു സിംഗിൾ സ്റ്റേറ്റ് മാത്രമാണ് കൺസിഡർ ചെയ്തത്. നോൺ സ്റ്റേഷനറി സ്റ്റേറ്റിൽ സൂപ്പർ പൊസിഷൻ ഓഫ് സ്റ്റേറ്റ് ആണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് സ്റ്റേഷനറി സ്റ്റേറ്റ് ആണ്. ഒരു സ്റ്റേറ്റ് മാത്രം കൺസിഡർ ചെയ്യുക, അതായത് സ്പിൻ അപ്പ് സ്റ്റേറ്റ്. SZ പ്ലസ് സ്റ്റേറ്റിലാണ് ഉള്ളത് എന്ന് വിചാരിക്കുക. അങ്ങനെ പ്ലസ് സ്റ്റേറ്റിലാവുന്ന സമയത്ത് അതിൻ്റെ C + = 1 ആയിരിക്കും, C - 0 ആയിരിക്കും. അത് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഗെറ്റ് ആൽഫ t0 t എന്ന് പറഞ്ഞത് എന്ത് കിട്ടും? C + e⁻ -i⍵t/2 ഗെറ്റ് പ്ലസ് എന്ന് കിട്ടും. C - 0 ആയതുകൊണ്ട് ഈ ഒരു ടേം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അറ്റ് ടൈം t = 0 നമ്മൾ കൺസിഡർ ചെയ്ത സ്റ്റേറ്റ് സ്പിൻ അപ്പ് സ്റ്റേറ്റ് ആയിരുന്നു. ആഫ്റ്റർ എ ടൈം ടിയും നമുക്ക് കിട്ടിയ സ്റ്റേറ്റും എന്ത് തന്നെയാണ്? സ്പിൻ അപ്പ് സ്റ്റേറ്റ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇതിന് നമുക്ക് എന്ത് വിളിക്കാം? സ്റ്റേഷനറി സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ടൈമിനനുസരിച്ചിട്ട് ഇവിടെ സ്റ്റേറ്റ് എന്താവുന്നില്ല, ചേഞ്ച് ചെയ്യുന്നില്ല. അടുത്ത കേസ് നോൺ സ്റ്റേഷനറി കേസാണ്. നോൺ സ്റ്റേഷനറി കേസിൽ നമുക്ക് സി പ്ലസും സി മൈനസും ഉണ്ടാവും. അതായത് പ്ലസ് സ്റ്റേറ്റും മൈനസ് സ്റ്റേറ്റിൻ്റെയും ഒരു കോമ്പിനേഷനാണ്. അതുകൊണ്ട് തന്നെ നമുക്കതിനെ ഒരു പുതിയ സ്റ്റേറ്റ്, അതായത് എക്സ് പ്ലസ് സ്റ്റേറ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യാം. എക്സ് പ്ലസ് ഇനീഷ്യലി അതിൻ്റെ സ്റ്റേറ്റ് എക്സ് പ്ലസ് ആയിരുന്നു. എക്സ് പ്ലസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് സി പ്ലസിൻ്റെയും സി മൈനസിൻ്റെയും വാല്യൂ 1/√2 ആയിട്ടാണ്. ദെർഫോർ വി വിൽ ഗെറ്റ് എക്സ് പ്ലസ് ഇസ് ഈക്വൽ ടു 1/√2 കെറ്റ് പ്ലസ് 1/√2 കെറ്റ് മൈനസ് എന്ന് കിട്ടും. ഇനി നമ്മൾ ആഫ്റ്റർ എ ടൈം ടി നമ്മൾ പ്രോബബിലിറ്റി കണ്ടുപിടിക്കണം. എന്തിൻ്റെ പ്രോബബിലിറ്റിയാണ് കണ്ടുപിടിക്കേണ്ടത്? എക്സ് പ്ലസ് സ്റ്റേറ്റിൻ്റെ കൂടെ എക്സ് മൈനസ് എന്നൊരു സ്റ്റേറ്റും ഉണ്ടാവോ എന്നതിൻ്റെ ഒരു പ്രോബബിലിറ്റിയാണ് നമ്മൾ കാണുന്നത്. ആ ഒരു പ്രോബബിലിറ്റി കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ആദ്യം നമുക്ക് ആ ഒരു സ്റ്റേറ്റ് എഴുതി നോക്കാം. അതായത് എക്സ് പ്ലസ് ഓർ മൈനസ് സ്റ്റേറ്റ് എന്ത് വരും? ഇവിടെ എക്സസ് പ്ലസ് സ്റ്റേറ്റ് ഇങ്ങനെ മാത്രം ആവുകയാണ്. പക്ഷേ എക്സസ് പ്ലസ് ഓർ മൈനസ് സ്റ്റേറ്റ് എന്ന് പറയുമ്പം ഇതിന് സെൻറ്ററിലും എന്തുകൂടെ വരും? ഒരു പ്ലസ് ഓർ മൈനസും കൂടെ വരും. Now we have to find the probability for the system to be found in xx plus or minus state at some later time t. ആ പ്രോബബിലിറ്റി എന്ന് പറയുന്നത്, പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഇതാണ്. അതായത് ബ്രാ എക്സസ് പ്ലസ് ഓർ മൈനസ്, അതായത് ഔട്ടർ പ്രൊഡക്റ്റ് എടുക്കുകയാണ്. എക്സ് പ്ലസിൻ്റെയും ആൽഫ T0 ടിയുടെയും ഔട്ടർ പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിൻ്റെ സ്ക്വയർ കാണാം. അതാണ് ചെയ്യേണ്ടത്. ആ സ്ക്വയർ കാണുന്ന സമയത്ത് ആദ്യം നിങ്ങൾ ഒന്നുകിൽ എക്സ് പ്ലസ് പിന്നെ എക്സ് മൈനസ് കൺസിഡർ ചെയ്യുക. ഞാനിവിടെ രണ്ടും ഒരുമിച്ചാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ എല്ലാ ഇക്വേഷനിലും ഈ പ്ലസ് ഓർ മൈനസ് കയറി വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ആദ്യം എക്സ് പ്ലസ് കണ്ടിട്ട് പിന്നെ എക്സ് മൈനസ് കൺസിഡർ ചെയ്യുക. രണ്ടും ചെയ്യേണ്ടത് ഒരുപോലെ ആയതുകൊണ്ട് ഞാൻ ഒരുമിച്ച് എഴുതിയതാണ്. നിങ്ങൾ ചെയ്യുമ്പോൾ സെപ്പറേറ്റ്ലി തന്നെ എഴുതിയിട്ട് ചെയ്യുക. ഫസ്റ്റ് നമ്മളിവിടെ എക്സ് പ്ലസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. എക്സ് പ്ലസ് എന്താണ് വരിക? 1/√2 കെറ്റ് പ്ലസ് 1/√2 കെറ്റ് മൈനസ്. പിന്നെ അവിടെ ആൽഫ T0 ടിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതെന്താണ്? നമുക്ക് നേരത്തെ കിട്ടിയ വാല്യൂ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് സി പ്ലസിന് 1/√2, സി മൈനസിന് രണ്ടിനും 1/√2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനൊരു ഇക്വേഷൻ കിട്ടും. ആ ഒരു ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത്, ഈ ഒരു ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇതിൽ ഓരോ ടേമും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ലാസ്റ്റാണ് സ്ക്വയർ ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിലുള്ള ഈ ടേം, അതായത് ഈ 1/2 എന്ന് പറഞ്ഞ ഈ ടേം ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. രണ്ടാമത്തത് ഈ ടേമും ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഒരു ടേം ഈ ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. പിന്നെ ഈ ടേം ഇതായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 4 ടേം ഉണ്ടാവും. അതായത് ഇതിലുള്ള 2 ടേമും ഇതിലുള്ള 2 ടേമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ 4 ടേം ഉണ്ടാവും. അതിൽ ഫസ്റ്റ് ടേം നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? ഇതായിരിക്കും. അതായത് ബ്രാ ആൻഡ് കെറ്റ് ഓഫ് ഈ പ്ലസ് എന്ന് പറഞ്ഞതായിരിക്കും. ആൻഡ് ഇറ്റ് ഈക്വൽ ടു 1 ആണ്. അപ്പോൾ അവിടെ നമുക്കൊരു ടേം ഉണ്ടാവും. രണ്ടാമത് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നത് നോക്കുക. അതായത് ഇത് നമ്മൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം അവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും ഇങ്ങനൊരു സ്റ്റേറ്റാണ് കിട്ടുക. അതായത് ഇങ്ങനൊരു സ്റ്റേറ്റ് കിട്ടും. ആൻഡ് ഇറ്റ് വിൽ ബി ഈക്വൽ ടു 0. അടുത്തത് നമ്മൾ ചെയ്യുക, ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വീണ്ടും നമുക്ക് കിട്ടുക ഇങ്ങനൊരു സ്റ്റേറ്റ് കിട്ടും. അതായത് ഫസ്റ്റ് അതിൻ്റെ മൈനസ് സ്റ്റേറ്റ് വരും, രണ്ടാമത്തത് പ്ലസ് വരും. അപ്പോൾ അതും 0 ആണ്. അതുകൊണ്ട് രണ്ടാമത്തെ ടേമും 0 ആവും. മൂന്നാമതായിട്ട് നമ്മൾ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അപ്പോൾ നമുക്ക് സെയിം സ്റ്റേറ്റ് കിട്ടും. അത് 1 ആയിരിക്കും. അപ്പോൾ ഇതിൽ വരുന്ന 4 ടേമിൽ 2 ടേം എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ടേം
ഈ ഒരു ടേം ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സ്റ്റേറ്റ് വരിക, ഇങ്ങനൊരു സ്റ്റേറ്റ് വരും, അത് 1 ആയിരിക്കും. ആ ടേം എക്സിസ്റ്റ് ചെയ്യും. ഇനി ഇത് തന്നെ ഇതുമായിട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്ലസ് ആൻഡ് മൈനസ് വരുന്ന സ്റ്റേറ്റാണ്, അത് 0 ആയിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ടേം ഉണ്ടാവില്ല. ഇനി മൂന്നാമത്തത് ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ് ഇങ്ങനെയാണ് വരിക, അത് 0 ആയിരിക്കും. അതുകൊണ്ട് ആ ഒരു ടേം ഉണ്ടാവില്ല. ഇനി ഇതും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന സ്റ്റേറ്റ് ഇങ്ങനെയാണ്, അത് 1 ആണ്. അപ്പോൾ ഈ രണ്ട് സ്റ്റേറ്റ് വരും, നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണേ. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഇത് രണ്ടും വരുന്നത് എന്തായിരിക്കും? 0 ആവും, ആ ടേം ഉണ്ടാവില്ല. ഈ രണ്ടും മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം ഉണ്ടാവുമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഫസ്റ്റ് ടേം എന്താ വരുന്നത്? 1/√2 ഇൻറ്റു 1/√2 ഇൻറ്റു വീണ്ടും 1/√2, പിന്നെ എക്സ്പൊണൻഷ്യൽ ടേം, പിന്നെയാണ് നമ്മുടെ സ്റ്റേറ്റ് വരുന്നത്. അപ്പോൾ 1/√2 ഇൻറ്റു 1/√2 എന്തായിട്ട് മാറും? 1/2 ആയിട്ട് മാറും. നമ്മുടെ എക്സ്പൊണൻഷ്യൽ ടേം ഉണ്ടാവും. അതാണ് ഫസ്റ്റ് വരുന്ന ഈ ഒരു ടേം. രണ്ടാമത്തെയും മൂന്നാമത്തെയും ടേം ഉണ്ടാവില്ല. പിന്നെ നാലാമത്തെ ടേമിലും ഇതേപോലെ തന്നെ 1/√2 ഇൻറ്റു 1/√2 ഉണ്ടാവും, അത് 1/2 ആയിട്ട് മാറും. അവിടെ എക്സ്പൊണൻഷ്യലിൻ്റെ e+ അതിൻ്റെ ടേമാണ് ഉണ്ടാവുക. ഇതേപോലെ നമ്മൾ എക്സ് പ്ലസിൻ്റെ കാര്യമാണ് ഇപ്പം പറഞ്ഞത്. എക്സ് മൈനസും ചെയ്യുകയാണെങ്കിൽ ഇതേപോലെ തന്നെയാണ് കിട്ടുക. എന്താണ് ഡിഫറൻസ്? എക്സ് പ്ലസ് ചെയ്യുമ്പം ഇവിടെ പ്ലസ് ആണെങ്കിൽ എക്സ് മൈനസ് ആകുമ്പോൾ അവിടെ മൈനസ് ആയിരിക്കും. നിങ്ങൾ രണ്ടും സെപ്പറേറ്റ്ലി തന്നെ ചെയ്യാം. ഇനി ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് 1/2 രണ്ട് ടേമിലുണ്ട്. അപ്പോൾ 1/2 പുറത്തെടുക്കാം. ഉള്ളിൽ എന്തുണ്ടാവും? e−iωt/2 പ്ലസ് e−iωt/2 എന്ന് കിട്ടും. e⁻θ പ്ലസ് e−iθ എന്ന് പറയുന്നത് 2 cos θയാണ്. അപ്പോൾ നമ്മൾ അത് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 cos ωt/2 എന്ന് കിട്ടും. അതിൻ്റെ സ്ക്വയർ 1/2 2 cos ωt/2 ഹോൾ സ്ക്വയർ കാണാം. ഈ 2ഉം 2ഉം ക്യാൻസൽ ആവും. പിന്നെ അവിടെ cos² ωt/2 ആണ് ഉണ്ടാവുക. അത് എക്സസ് പ്ലസ് സ്റ്റേറ്റിന്. എക്സസ് മൈനസ് സ്റ്റേറ്റ് ആണെങ്കിൽ ഇവിടെ എന്താ വരിക? e⁻iθ മൈനസ് e⁻iθ വരും. ഇതിന് പകരം e⁻iθ മൈനസ് e⁻iθ വരും. അത് 2 sin θ ആയിരിക്കും. 2 sin θ. അപ്പോൾ നമ്മൾ ഇവിടെ കോസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതുപോലെ എക്സ് മൈനസ് ആകുമ്പോൾ സൈന് വരും. അപ്പോൾ നമുക്ക് വീണ്ടും sin² ωt/2 എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ രണ്ട് സോൾവ് ചെയ്യുന്ന സമയത്ത് എക്സസ് പ്ലസിന് cos² ωt/2, എക്സസ് മൈനസിന് sin² ωt/2 എന്ന് കിട്ടി. അപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തത്? ഇനീഷ്യലി എക്സസ് പ്ലസ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ് മാത്രം കൺസിഡർ ചെയ്തു. എന്നിട്ട് ടി എന്നൊരു പറഞ്ഞ ടൈം കഴിഞ്ഞാൽ എക്സ് പ്ലസിനുള്ളയും എക്സ് മൈനസിനുള്ളയും പ്രോബബിലിറ്റിയാണ് കണ്ടത്. അതായത് ഈ ഒരു രണ്ട് സ്റ്റേറ്റും എക്സിസ്റ്റ് ചെയ്യാനുള്ള പ്രോബബിലിറ്റി കണ്ടപ്പോൾ നമുക്ക് എന്ത് കിട്ടി? രണ്ടിനും ഉള്ള പ്രോബബിലിറ്റി കിട്ടിയിട്ടുണ്ട്. ഏതെങ്കിലും ഒരു സ്റ്റേറ്റ് മാത്രമല്ല, ഈ രണ്ട് സ്റ്റേറ്റും ഉണ്ടാവാനുള്ള പ്രോബബിലിറ്റി, അതായത് cos² ωt/2 sin² ωt/2 വാല്യൂ കിട്ടിയതിൻ്റെ മീനിങ് ആ രണ്ട് സ്റ്റേറ്റും ഉണ്ടാവാനുള്ള പോസിബിലിറ്റി ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലായി? ഇനീഷ്യലി സ്പിന്ന് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലായിരുന്നു. പക്ഷേ ആഫ്റ്റർ എ ടൈം ടി മാഗ്നറ്റിക് ഫീൽഡ് സെഡ് ഡയറക്ഷനിലായപ്പോൾ ഇനീഷ്യലി അതിൻ്റെ സ്പിന്ന് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലാണ് നമ്മൾ എടുത്തത്. പക്ഷേ അത് ആ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുന്ന സമയത്ത് ആ ഒരു സ്പിന്ന് റൊട്ടേറ്റ് ചെയ്യാനും അതുകൊണ്ട് തന്നെ ഒരു എക്സ് മൈനസ് സ്റ്റേറ്റ് ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റിയും കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്റ്റേഷനറി സ്റ്റേറ്റിൽ പറഞ്ഞത് ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന സ്റ്റേറ്റ് മാത്രമാണ് ടി എന്ന് പറഞ്ഞ ടൈം കഴിഞ്ഞാൽ ഉണ്ടാവുമെന്ന് പറഞ്ഞു. പക്ഷേ ഇവിടെ നോൺ സ്റ്റേഷനറി സ്റ്റേറ്റാണ് നമ്മളെടുത്തത്. ഇവിടെ ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്ത സ്റ്റേറ്റ് ആയിരിക്കണം എന്നില്ല ടൈം ടി കഴിഞ്ഞാൽ. അപ്പോൾ അതാണ് നമുക്കിവിടെ കിട്ടിയത്. ഇനീഷ്യലി അതിൻ്റെ സ്റ്റേറ്റ് പോസിറ്റീവ് എക്സ് ഡയറക്ഷനിലായിരുന്നു. പക്ഷേ ആഫ്റ്റർ ടൈം ടി നമുക്ക് -x എന്ന് പറഞ്ഞ ഡയറക്ഷനിലും കൂടെ എന്തിനുള്ള പോസിബിലിറ്റി ഉണ്ട്? സ്റ്റേറ്റ്, അങ്ങനെ ഒരു സ്റ്റേറ്റ് കൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കണ്ടു നോക്കുക. എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത്
എക്സ് എക്സ് ഇസ് ഈക്വൽ ടു എക്സ്പെക്റ്റേഷൻ വാല്യൂ h ക്രോസ് ബൈ 2 കോസ് സ്ക്വയർ ഒമേഗ ടി ബൈ 2 പ്ലസ് മൈനസ് h ക്രോസ് ബൈ 2 സൈൻ സ്ക്വയർ ഒമേഗ ടി. അതിൻ്റെത് എന്താണ്, അതിൻ്റെ ഐഗൻ വാല്യൂ ഇൻറ്റു അതിൻ്റെ പ്രൊബബിലിറ്റിയാണ് ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് പ്ലസിൻ്റെത് വേണം, അതാണ് h ക്രോസ് ബൈ 2 കോസ് സ്ക്വയർ ഒമേഗ ടി. അതുപോലെ മൈനസ് സ്റ്റേറ്റിൻ്റെത് വേണം, അതാണ് മൈനസ് h ക്രോസ് ബൈ 2 സൈൻ സ്ക്വയർ ഒമേഗ ടി. ഇനി രണ്ടിലും h ക്രോസ് ബൈ 2 ഉണ്ട്, അത് രണ്ടും കോമൺ ആയിട്ട് പുറത്തെടുക്കുന്ന സമയത്ത് നമുക്ക് കോസ് സ്ക്വയർ ഒമേഗ ടി ബൈ 2 മൈനസ് സൈൻ സ്ക്വയർ ഒമേഗ ടി ബൈ 2 കിട്ടും. കോസ് സ്ക്വയർ തീറ്റ മൈനസ് സൈൻ സ്ക്വയർ തീറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ് 2 തീറ്റ ബൈ 2 ആണ്. കോസ് 2 തീറ്റ ബൈ 2 ചെയ്യുന്ന സമയത്ത് ഇവിടെ 2 ഒമേഗ ടി ബൈ 2 എന്ന് വരും. ആ 2ഉം 2ഉം ക്യാൻസൽ ആയിക്കഴിഞ്ഞാൽ അത് കോസ് ഒമേഗ ടി ആയിട്ട് മാറും. അപ്പോൾ h ക്രോസ് ബൈ 2 എന്ന് പറയുന്നത് എന്താണ്, കോസ് ഒമേഗ ടി ആണ്. എക്സ് പൊസിഷനിൽ ഉണ്ടാവുന്ന ആ ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് h ക്രോസ് ബൈ 2 കോസ് ഒമേഗ ടി ആണ്. ഇനി ഇതേപോലെ നമ്മൾ y ഡയറക്ഷനിൽ കാണുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആ ഒരു അതിൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് h ക്രോസ് ബൈ 2 സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. നമ്മൾ ഇതേപോലെ അതായത് എക്സ് ഡയറക്ഷനിൽ കണ്ടതുപോലെ y ഡയറക്ഷനിലും നമ്മൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഒരു എക്സ്പെക്റ്റേഷൻ വാല്യൂ എന്ന് പറയുന്നത് h ക്രോസ് ബൈ 2 സൈൻ ഒമേഗ ടി എന്ന് കിട്ടും. SZ ഡയറക്ഷൻ്റെ എക്സ്പെക്റ്റേഷൻ വാല്യൂ കാണുകയാണെങ്കിൽ അത് 0 എന്ന് കിട്ടും. അപ്പോൾ അതിൻ്റെ മീനിങ് ഈ ഒരു സ്പിൻ, അതായത് ഇത് XY പ്ലെയിനിലാണ് ഇത് മോഷൻ എന്നാണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ സ്പ്രിൻ പ്രിസിഷനിൽ വരുന്നത്. അപ്പോൾ എന്താണെന്നുള്ളത് നിങ്ങൾ നന്നായിട്ട് വീഡിയോ കാണുക, അതിനുശേഷം നോട്ട് എഴുതിയെടുക്കുക. എന്നിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വിളിച്ചിട്ട് ക്ലിയർ ചെയ്യുക.